വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച UP സ്കൂളിൽ നിന്ന് ആനുവൽ ഡേ ആണ്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലൊക്കെ കാണുമെന്ന് വിചാരിക്കാം, ടീച്ചർമാരെ കാണാം. അപ്പോൾ ചെറിയ വിഷ്വലായിട്ട് നമുക്കൊന്ന് ഇറങ്ങാം, ടീച്ചർമാർക്ക് മനസ്സിലാവും നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിക്കുക, ഓൾ അടിക്കുക. അപ്പോൾ നമ്മളെ യാത്രയിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫെബ്രുവരിയിൽ നടന്ന പ്രോഗ്രാമാണ്. പക്ഷെ അന്ന് എനിക്ക് അത് ഇടാനൊന്നും പറ്റിയില്ല, സമയം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോഴതിന് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ വരുന്ന സെപ്റ്റംബർ 14-ാം തീയതി ഞങ്ങളെ റീയൂണിയനാണ്. 2002-2003 കാലഘട്ടത്തിലാണ് ഞങ്ങൾ അവിടുന്ന് UP ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത്. അവിടെ 7th സ്റ്റാൻഡേർഡ് വരെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങണത് അത് UP സ്കൂളാണ്. UP സ്കൂളിൽ ഇതുപോലെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ വെച്ചിട്ടുണ്ടോ എന്നറിയില്ല, എങ്കിലും നമ്മൾ വെക്കുകയാണ്. അത്യാവശ്യം കോർഡിനേഷൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി അപ്പോൾ സെപ്റ്റംബർ 14-ാം തീയതി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. സെപ്റ്റംബർ 14-ാം തീയതിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടർന്ന് ഈ വീഡിയോ കാണാം. ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൂടെ പഠിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടാവും, എന്തായാലും സ്കൂളിൽ എന്തായാലും ഉണ്ടാവും. അത് ആരാണ് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ആരെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷ കൂടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മളെ പ്രതീക്ഷ കൈവിടൂലെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ UP സ്കൂള് ALPS മാങ്ങാട്ടുകര. ഞങ്ങൾ പറഞ്ഞിരുന്നത് മാടവൻ കോളേജ് എന്നാണ്. ഇവിടെ സമ്മാനദാനം നടക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലൊക്കെ കാണും. ഇത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന വിനിയാണ്, എൻ്റെ ക്ലാസ്സിലത്തെ ലീഡറും കൂടിയാണ്. നിവേദ ടീച്ചറെ കണ്ടപ്പോൾ തന്നെ വിനി പോയി കെട്ടിപ്പിടിച്ചു. നിവേദ ടീച്ചർ എൻ്റെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ ആരാണെന്നുള്ളത്. അറിയാമോ എന്നാലും ആളെ മനസ്സിലാവും. നമ്മുടെ കുട്ടിയെന്ന് അറിയുന്നത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മീശൊക്കെ വെച്ചാൽ എങ്ങനെയല്ലേ ഇവരൊന്ന് എന്ത് മാറിയാലും ഇത്രയും എനിക്ക് എന്നാണ് മനസ്സിലായിട്ടാ. പിള്ളേരൊക്കെ പേര് പരിപാടി നടക്കുന്ന വന്നതാ. നീ ഇവിടെ ആയതുകൊണ്ടുണ്ടായിരുന്നല്ലേ, അങ്ങനെ ഡെയിലി കയറിയ ആൾക്കാരല്ലേ. അടുത്ത കണ്ട ടീച്ചറാണ് ശരിക്കും ഞാൻ ടീച്ചർ പറഞ്ഞത്. എപ്പോൾ കണ്ടല്ല ടീച്ചർക്ക് എൻ്റെ പേര് തെറ്റും, ആളെ മറക്കൂല, പേര് തെറ്റും. പക്ഷെ ഇപ്രാവശ്യം കറക്റ്റായിട്ട് എൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. അവർ മനസ്സിലാക്കുക നമ്മളുണ്ടെന്ന് അറിയുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ. ടീച്ചർമാരെ മനസ്സിലാക്കുക, അതും UP പഠിച്ച ടീച്ചറാട്ടാ. UP സ്കൂളിൽ പഠിച്ച ടീച്ചർ 2002-2003 കാലഘട്ടത്തിൽ പഠിപ്പ് കഴിഞ്ഞ് അറിയ ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അവിടുന്ന് ഇത്ര കൊല്ലം അവരെ മനസ്സിൽ നമ്മൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സ്ഥാനം തന്നെയാണ്. എന്തായാലും പറയുള്ളൂ. എന്ന് വന്ന് ചോദിച്ചാൽ ആരിസ്, എന്നിട്ട് രണ്ടാമെന്ന് പറയാം ആരിസല്ല അതിനുശേഷം അന്നത്തെ പ്രോഗ്രാം ഇതിൽ കൂടെ ചെറുതായിട്ടൊന്നും കേട്ടിട്ടുണ്ട്. ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ കാർഷിക ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നു. കൃഷിരീതികൾ നമ്മുടെ കുട്ടി കർഷകർ തന്നെയാണ്. ഇവര് വലുതായാലും അവരുടെ വീട്ടിലും ഇതേപോലെ ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ അവർ കൃഷി ചെയ്ത് നമ്മൾ ഒരു മടിയും കൂടാതെയാണ് ഇവര് ആ ഒരു നേരത്ത് വന്ന് ചെയ്യുക. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്യാൻ ഒരു മടിയില്ലാതെ
ചൂടാണ് ചൂട ഈ ലാസ്റ്റ് കാണിക്കുന്ന ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതിൻ്റെ റാൻ ടീച്ചറാണ്. കൊറോണ സമയത്ത് ഞാൻ മാസ്കും ഹെൽമെറ്റും ഇട്ടിട്ട് കടമോൻ്റെ അരി വാങ്ങാൻ പോയ സമയത്ത് പോലും ടീച്ചർക്ക് എന്നെ മനസ്സിലായി എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ മാസ്കിൻ്റെയും ഹെൽമെറ്റിൻ്റെ ഇടയിൽ കൂടെ എന്നെ കണ്ടുപിടിച്ച എൻ്റെ ടീച്ചർ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണല്ലോ ഈ വീഡിയോ. അപ്പോൾ ഇത് കൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.